ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കസ്റ്റം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഓൾറെഡി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 12 ടീംസ് 48/48 പ്ലേയേഴ്സാണുള്ളത്. 12 ടീംസും കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിങ് ഓഫ് ദ കിങ്സ് ആരാണെന്ന് അറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് ലൈവിന് ചെറിയ നെറ്റ് പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ അക്ഷയ് ബ്രോ ലൈവ് ഇട്ടു, പക്ഷേ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. റേഞ്ചിൻ്റെ ഈ പ്രശ്നമാണ്, ക്വാറൻറ്റൈൻ കാരണമുള്ള യൂസ് കാരണം നല്ല പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ക്വാറൻറ്റൈൻ കഴിയണ വരെ റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പോൾ ടീമെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, പിങ് നല്ല രീതിയിൽ പിങ് ഉണ്ട് ഗൈസ്, നല്ല രീതിയിൽ പിങ് ഉണ്ട്. സ്പെക്ക് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ പിങ്ങാണ്. അപ്പോൾ റെക്കോർഡിങ്ങിന് കുഴപ്പം വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഒക്കെ ലോഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണൊരു പ്രോബ്ലം. ഇന്നലെ ലൈവ് ഇടാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇന്നലെ നമ്മുടെ 2 കൂട്ടരും ലൈവ് സെറ്റായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. 2 കൂട്ടരും ലൈവ് സെറ്റായില്ല. അതുപോലെ റിസൾട്ടും പ്ലേയേഴ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് റെക്കോർഡ് ചെയ്യാം, ഒരാൾ ലൈവ് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ അക്ഷയ് ബ്രോയുടെ ലൈവ് സെറ്റായിട്ടുണ്ടെന്ന് വിശ്വസിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലോഡിങ് ട്രബിളാണ്. ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയും കുഴപ്പമില്ല, ലോഡിങ് കുറച്ച് ട്രബിളാണ്. അപ്പോൾ ഈ റെക്കോർഡിങ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്വാറൻറ്റൈൻ കഴിയുമ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം എല്ലാം തീരുമ്പോഴത്തേക്കും ഞാൻ ലൈവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ലോഡായി കഴിഞ്ഞാലും ഇച്ചിരി കുഴപ്പമാണ്. ഒക്കെ നമുക്കിപ്പോൾ ഓരോ ഫസ്റ്റ് ടീം നമ്മുടെ ഇന്ത്യയിലാണ് നമ്മുടെ ഫസ്റ്റ് സ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പിരാക്ക് അതുപോലെ ബിവൻ ഒക്കെ അവരും അപ്പോൾ ഫൈറ്റുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു ജി കെ അവിടെ തന്നെയാണ്, ഒബ്സർവേറ്ററിയിലാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ വേഴ്സസ് GK കിങ്സ് നടക്കാൻ സാധ്യത കൂടുതലാണ്. ഒക്കെ ടി എൽ തേർഡിലോ വേഴ്സസ് നമ്മുടെ ക്രിംസൺ ബ്രോസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ഫൈറ്റ് എടുക്കാൻ നോക്കാം. പക്ഷെ പിങ് ഒക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒക്കെ ഉണ്ട് ഫൈറ്റ് നടക്കുന്ന പ്ലേയേഴ്സ് വോട്ട് ചെയ്ത് ഓൾറെഡി. ഭീമൻ ഒക്കെ അവിടെ ഫുറി നോക്കാണ് അവിടെ. ഒക്കെ അവിടെ ഫുറി നോക്കാണ് ബാക്കിയുള്ളവരെ നോക്കാം. പിരാക്കും ഫുറി ഉണ്ടാവും. ഇപ്പോൾ വായതും ഭീമനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് GK സസ്പെക്ട് ചെയ്യാം. GK കിങ്സിലെ എത്ര പേരാണുള്ളത് എന്ന് നോക്കാം. GK കിങ്സിൽ 4 പേരും. ഓക്കെ, GK കിങ്സിലെ 3 പേര് GK കിങ്സിലെ 3 പേര് നോക്കണം. അപ്പോൾ റിവൈവിങ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സൂജി തിരിച്ചു വന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ ഇന്ത്യയിലെ പിരാക്കൊരു ഇല്ല്. അതുപോലെ തന്നെ അപ്പോൾ ഇന്ത്യൻ ടീംസിനൊന്നും നഷ്ടപ്പെടുത്താതെ നൈസായിട്ട് അവരെ 3 പേരെടുത്ത് പിരാക്കൊരു കില്ല്, അത് നമ്മുടെ ഭീമൻ 2 കില്ല്. അങ്ങനെ കട്ടയ്ക്ക് പോവാണ് അവർ ഒബ്സർവേറ്ററിയിൽ. അത് ഓരോ ടീമിനെ ചെക്ക് ചെയ്ത് തരണം. ടീം ഷീൽഡ് ഭീമാസാക്തിയിലുണ്ട്. അതുപോലെ തന്നെയാണ് GK കിങ്സിൽ അവശേഷിക്കുന്ന സൂജി മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം അടുത്തായിട്ട് നമ്മുടെ സ്ലോട്ട് 4 നമ്മുടെ മെഗാ എംപയർ ആണ്. ഓക്കെ, ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ക്ഷമിക്കുക. മെഗാ എംപയർ നമ്മുടെ ക്ലോക്ക് ടവറിലാണ്. നമ്മുടെ ഡെവിൽസ് സ്ലോട്ട് 5 നമ്മുടെ ഡെവിൽസ് റിപ്പറാണ് നമുക്കിപ്പോൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഴ്സൽ ഇലക്ട്രിക്കില്ല ഡെവിൽസ് നമ്മുടെ മാഴ്സൽ ഇലക്ട്രിക്കൽ. അപ്പം ചെറിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒക്കെ അവിടെ നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ. നെറ്റ് ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ സ്പെക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നെറ്റ് നല്ല ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് പ്ലേയേഴ്സൊക്കെ നല്ലതായിട്ട് കളിക്കണം. പക്ഷേ സ്പെക്ക് ചെയ്യാൻ നൈസ് ബുദ്ധിമുട്ടാണ്.
അവിടെ എല്ലാവരും ക്ഷമിക്കുക. ഒക്കെ അപ്പോൾ നൈസ്. ഒക്കെ ടി എൽ അപ്പോൾ അവിടെ നമ്മുടെ തേർഡ് ലോസസ് B2K നമ്മുടെ B2K നമ്മുടെ B2K അനീഷ് പോളിയെഡ് ഓക്കെ. ഇപ്പോൾ ടി എൽ ഇനി എത്ര പ്ലേയേഴ്സ്? ടി എൽ ഇനി 3 പ്ലേയേഴ്സ് അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, ടി എൽ 3 പ്ലേയേഴ്സ് അവശേഷിക്കുന്നുണ്ട്. നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ B2K നമ്മൾ 3 പേരെ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ അനീഷ്, അതുപോലെ 1 കില്ല്. ബാക്കി പ്ലേയേഴ്സ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്ഡ് അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ടി എൽ. B2K അനീഷ്, B2K സച്ച്, B2K ആൽബി, അതുപോലെ നമ്മുടെ ടി എൽ ആകെ ഡെവിൽസിന്റെ ഫൈറ്റാണ്. ഡെവിൽസിന്റെ കട്ട ഫൈറ്റാണ് അവിടെ. ഡെവിൽസ് വെക്കാം. ഡെവിൽസ് 2 കില്ല്. ഡെവിൽസ് എക്സലേറ്റ് പേര് മനസ്സിലാവുന്നില്ല. ഡെവിൽസ് എക്സലേറ്റ് എന്നാണ് തോന്നുന്നു. സ്ലെജിറ്റ് അങ്ങനെ കണ്ടാണ്. അപ്പൊ 2 കില്ല് അടിച്ചിരിക്കുകയാണ് ഡെവിൽസ് എക്സലേറ്റ്. ഇപ്പോൾ മത്സരത്തിൽ 1 കില്ല് അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്ലോട്ട് 6 നമ്മുടെ നരകമുണ്ട്. അവർ ഏകദേശം കൊട്ടാട്ട് ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ സ്ലോട്ട് 7 നമ്മുടെ RIP ഉണ്ട്. അപ്പോൾ RIP 3 പ്ലേയേഴ്സിന് അത്ര വരാൻ സാധിച്ചുള്ളൂ. അവർ സെൻഡോസ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ഡാർക്ക് ഹണ്ടർ ഗരുഡൻ ഫൈറ്റേഴ്സ് ആണ്. ഫൈറ്റേഴ്സ് നമ്മുടെ ഒക്കെ റിംനാമിലുണ്ട്. അവർക്ക് 3 പേര് സാധിച്ചിട്ടുള്ളൂ. B2K ഇപ്പോൾ ഒരു ഫൈറ്റിലാണ്. ഓക്കെ, ഫൈറ്റിലാണ് B2K. അപ്പോൾ നമുക്ക് B2K സ്പെക്ക് ചെയ്യാം. അനീഷ് നൈസ് കളിയാന്ന് തോന്നുന്നു. അനീഷ് ഹീറോയിക് പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. B2K അവിടെ നൈസായിട്ട് ഒക്കെ അനീഷിന് എനർജി, ആൽബിക്ക് എനർജി ആണ്. അപ്പോൾ ഇവർ ഫൈറ്റിന് ടി എൽ ഏകദേശം ആ വീടിൻ്റെ പുറത്തായിട്ടുണ്ട്. ഗ്രനേഡ് അറ്റാക്കൊക്കെ മാക്സിമം നടത്തുന്നുണ്ട്. പക്ഷെ അത് നിൽക്കുന്നില്ല. അപ്പോൾ ഒക്കെ ഫോയിനിക്സ് അവിടെ അറിയില്ല. അല്ല B2K നൈസായിട്ട് അവിടെ നിന്ന് വലിഞ്ഞ് നമ്മുടെ തറവാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം കടിയിലെ ടീമിനെ സ്പെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ക്രിംസൺ ബ്രോസിലെ ഒരു പ്ലേയേഴ്സിനെ ടീറ്റിനെ നഷ്ടപ്പെടുന്നുണ്ട്. അവർ നമ്മുടെ ഫാക്ടറി റിംനാമിൻ്റെ മേൽവശത്തായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പ്ലേയേഴ്സിൻ്റെ കളിയെടുക്കാൻ സാധിച്ചില്ല. ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ പറങ്കിപ്പടയാണിത്. അപ്പോൾ അവർ ഫുള്ളായിട്ട് വൈപ്പായിട്ടുണ്ട്. അവർക്ക് 3 പേർക്ക് മാത്രം വരാൻ സാധിച്ചുള്ളൂ. ക്ഷമിക്കുക, കളിയെടുക്കാൻ പറ്റിയില്ല. സോറി ഗൈസ്. അപ്പോൾ വേറെ ഫൈറ്റ് കണ്ടുകൊണ്ട് കളിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാക്സിമം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നമുക്ക് അതിൻ്റെ നോക്കാം. നമ്മുടെ ഇന്ത്യനോട് നോക്കാം. നെറ്റിന് നല്ല പ്രോബ്ലമാണ്. അതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഒക്കെ നമ്മുടെ ഇന്ത്യൻ സോണിൻ്റെ അറ്റം പിടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഷിപ്പ് യാർഡ് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഒക്കെ അവിടെ ചെറിയ രീതിയിൽ ഫൈറ്റാണ് ഗൈസ് അവിടെ. ഓക്കെ, അപ്പോൾ അവശേഷിക്കുന്ന നമ്മുടെ ടീം കിങ്സ് GK കിങ്സ് നമ്മുടെ ഇന്ത്യൻ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ പിരാക്ക് ഒക്കെ പൊളി മറ്റേ സ്കാർണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യനിലെ പിരാക്ക് പിന്തുണയ്ക്കുന്നു. പിരാക്ക് അതുപോലെ നമ്മുടെ ഭീമന് 2 കില്ല്. അപ്പോൾ B2K അവിടെ ഫൈറ്റാണ്. നമ്മുടെ TL vs B2K ഫൈറ്റാണ് അവിടെ. B2K ഓക്കെ, B2K ഫൈറ്റ്. ഓക്കെ, അനീഷ് നോക്കാണ്. ഒക്കെ B2K സ്കോഡ് ഫുൾ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TL 2 പേര് അവശേഷിക്കുന്നുണ്ട്. ആകാശം അതുപോലെ നമ്മുടെ ഡാർക്ക് സോളും. പക്ഷേ ഫോയിനിക്സ് 3 കില്ല് അടിച്ചിട്ടുണ്ട്. നൈസ് കളിയായിരുന്നു. നമ്മുടെ B2K ഏകദേശം പിടിച്ചേക്കാൻ നോക്കിയ പക്ഷേ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ B2K ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവർ 5 കില്ല് TL 5 കില്ല് ടോട്ടൽ. പൊളി TL 5 കില്ല്. അതുപോലെ നമ്മുടെ ഗരുഡൻ ഫൈറ്റേഴ്സ് അതുപോലെ നമ്മുടെ റിംനാമിൻ്റെ മേൽവശത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് വേറൊരു ടീമും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ ക്രിംസൺ ബ്രോസ്. ക്രിംസൺ ബ്രോസ് ഏകദേശം കുറച്ചുകൂടി മുമ്പിലാണ്. ഫൈറ്റിന് സാധ്യത കുറവാണ്. അപ്പോൾ അവർ ഫാക്ടറി ഭാഗത്തായിട്ടുണ്ട്.
ഗരുഡൻ ഫൈറ്റേഴ്സ്, അതുപോലെ നമ്മുടെ നമ്മുടെ RIP ഇൻഡേഴ്സ് കൊട്ടാട്ടുവ ഭാഗത്ത് സോണിൻ്റെ ഉള്ളിലാണ്. അതുപോലെ നമ്മുടെ നരകം നരകം പീക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ TLSS നരകം പ്ലേയേഴ്സിന് സ്പോട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. TLSS നരകം വരെ കൂടുതൽ ഫൈറ്റ് ബുക്കായിട്ടുണ്ട്. TL 2 പ്ലേയേഴ്സ്. അപ്പോൾ 2vs4 മാച്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. 2vs4. അപ്പം നൈസായിട്ട് ആകാശം നൈസായിട്ട് കറങ്ങി കയറാം. പ്ലെയർ ഉണ്ട്. ആകാശ് നോക്കുകയാണെങ്കിൽ ഡാർക്ക് സോൾ മാത്രം. അപ്പം അവശേഷിക്കുന്ന 2 പ്ലേയേഴ്സിനെ അവരെടുത്തിരിക്കുകയാണ്. നമ്മുടെ നരകം എടുത്തിരിക്കുകയാണ്. നമ്മുടെ അവശേഷിക്കുന്ന TL 2 പ്ലേയേഴ്സിനെ നരകം എടുത്തു. നമ്മുടെ തേർഡിലോ എന്നാണ് ആ ഗിൽഡിൻ്റെ പേര്. തേർഡിലോ അവശേഷിച്ച് 2 പ്ലെയർ ആയിരുന്നു. അവരെയും കൂടി നമ്മുടെ നരകം ഒരു പ്ലേയേഴ്സിനെ കൂടി നഷ്ടപ്പെടാണ്ടിട്ടുണ്ട്. സാത്താൻ ഒരിക്കലും അതുപോലെ നമ്മുടെ ഡഗൻ എന്നാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഡെവിൽസ് എക്സൈറ്റ് 2 കില്ല്, അതുപോലെ നമ്മുടെ റീപ്പർ 1 കില്ലാണ്. അപ്പോൾ ഇവർ സോണിൻ്റെ കുറച്ച് സർവൈവ് ചെയ്ത് കളിക്കാൻ സോണിൻ്റെ അറ്റം പിടിച്ച് കളിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മളെ RIP ഇൻഡേഴ്സ് അടുത്ത സോൺ പിടിക്കാൻ വേണ്ടി പീക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഗാമ്പറിലെ സൈക്കോ പറയുന്ന പ്ലെയറിനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോഴും ക്ലോക്ക് ടവർ സോണിൻ്റെ അകത്താണ് സേഫായിട്ടിരിക്കുകയാണ്. അതുപോലെ ടീം ഷീൽഡ് 4 പ്ലേയേഴ്സ് അവശേഷിക്കുന്നത്. ഒരു സ്ട്രിപ്പ് ഭാഗത്തായിട്ടുണ്ട്. അപ്പം നമ്മുടെ ടീം ഷീൽഡ് ഇന്ത്യൻ ഫൈറ്റ് വരുമോ? ഇല്ല, ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറായിട്ട് പോകുന്നുണ്ട്. കുറച്ച് സ്പ്ലിറ്റർ അല്ല. നൈസ് ഇങ്ങോട്ടാണ്. സെക്കൻഡ് ഇതൊക്കെ 2 കില്ല്, അതുപോലെ ഭീമൻ 2 കില്ല്. ഭീമൻ ഓൾറെഡി പ്ലേയേഴ്സ് സ്പോട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ മെഗായർ സ്ലോട്ട് 4 മെഗായർ ആണെന്ന് തോന്നുന്നു. അഖിൽ നോക്കാണ്. ഭീമൻ ആ കില്ല് നടത്തുന്നുണ്ട്. ഈ സ്ഥലത്ത് വേറെ ടീം നല്ല ഹിറ്റുണ്ട്. നല്ല രീതിയിൽ ഹിറ്റുണ്ട്. തിരിച്ച് നല്ല ഹിറ്റുണ്ട്. അബു നോക്കാണ്. പിരാക്കാണ് ആ കില്ലെടുത്തിരിക്കുന്നത്. പിരാക്കിനടുത്ത് വേറെ പ്ലെയറാണ്. പിരാക്ക് 4 കില്ല്, മാൻ ഓൺ ഫയർ. അപ്പം അതിൻ്റെ അടുത്ത് വേറെ ടീംസ് ഉണ്ട്. വേറെ ടീംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് സംഭവം അറിയില്ല. സംഭവം വേറെ ഏതോ പ്ലെയർ ഉണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഒരു കൂടെ നമ്മുടെ ഇവിടെ ചെറുതായിട്ട് ഫൈറ്റാണ്. നമ്മുടെ നരകം ലൂസിഫർ നോക്കാണ്. പ്ലേയേഴ്സിന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ നോക്കാണ്. അത് ഏത് പ്ലെയറിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് പ്ലെയർ ആണ് അവശേഷിക്കുന്നത്. PMD RIP ഇൻഡേഴ്സിൻ്റെ ഒരു 1vs1 ആവും. ഓക്കെ 1vs1 പൊളി. അവിടെ വൈപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ. അപ്പം നരകം അവിടെ മറ്റേ നമ്മുടെ ക്രിംസൺ ബ്രോസ് ഇന്ത്യൻ പിരാക്ക് മാൻ ഓൺ ഫയർ ആണ്. പിരാക്ക് ഇപ്പം ടോട്ടൽ ഇപ്പം ഇന്ത്യയിലാണ് നല്ല പെർഫോമൻസിനകത്ത് കാഴ്ചവെക്കുന്നത്. വായുധ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ഇന്ത്യൻ 10 കില്ലോടെ പിരാക്ക് 6 കില്ല്, അതുപോലെ നമ്മുടെ ഭീമൻ 4 കില്ല് കട്ടയ്ക്ക് പോകുന്നുണ്ട്.
ഓക്കെ അപ്പോൾ നമ്മുടെ ക്രിംസൺ ബ്രോസ് അപ്പോൾ അവർ ഫുള്ള് ഫിനിഷായി വൈപ്പായി നോക്കാം. ഓക്കെ ക്രിംസൺ ബ്രോസ് വൈപ്പായിട്ടുണ്ട്. ക്രിംസൺ ബ്രോസ് നമ്മുടെ ഇന്ത്യയിൽ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തിട്ട്. ഓക്കെ അപ്പോൾ ഇന്ത്യൻ സേഫായിട്ട് സോണിലോട്ട് കയറി. അപ്പോൾ ഇന്ത്യ പിരാക്കുന്ന 6 കില്ല്, അതുപോലെ നമ്മുടെ ഭീമൻ 4 കില്ല്. അപ്പോൾ ടോട്ടൽ ഒരു 10 കില്ല് പൊളി പെർഫോമൻസ് ആണ്. ഫുൾ ടീമിന് സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. ആയുധിനെ അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഓക്കെ പിരാക്ക് ഹായ് ബ്രോ ഹായ്. നൈസ് മുറിച്ചക്കൻ സ്കാർഫൊക്കെ എടുത്ത് സെറ്റായിരിക്കുകയാണ്. ഓക്കെ പിരാക്കിന് ഹിറ്റിടുന്നുണ്ട്, നൈസായിട്ട് ഹിറ്റിടുന്നുണ്ട്. ഏതാ പ്ലെയറിന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഭീമ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫൈറ്റ് ഒന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ പിരാക്കായിട്ട് കവറൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ കുപ്പിടി വെച്ച് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ അവിടെ നോക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അപ്പോൾ പുഷ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും പുഷ് ചെയ്യുന്നുണ്ട്. പിരാക്കും ഫൂറി ഭീമൻ എല്ലാവരും 3 പേരും പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ നൈസ് മൈന, പക്ഷേ ഏറ്റില്ല. പക്ഷോ പിരാക്ക് നോക്കണം അവിടെ. ഭീമൻ നൈസായിട്ട് ഒക്കെ ഭീമനോടെ നോക്കിയിട്ട് ഇപ്പോൾ പിരാക്കിനെ റിവൈവ് ഉണ്ട്. പൊളി പിരാക്കിന് നൈസായിട്ട് റിവൈവ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഡെവിൽസായിട്ടുള്ള ഫൈറ്റ് അവിടെ. ഇപ്പോൾ ഡെവിൽസിൻ്റെ എത്ര പ്ലേയേഴ്സ്? ഡെവിൽസിൻ്റെ ഒരാളും കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ അപ്പോൾ ഒരാൾ അപ്പോൾ 1vs3 മാച്ചാണ്. ഒക്കെ അവർ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. ഒക്കെ ഇന്ത്യൻ പിരാക്ക് മാൻ ഓൺ ഫയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പിരാക്ക് 8 കില്ല്, ഭീമൻ 5 കില്ല്, ഫുറി 1 കില്ല്, ടോട്ടൽ 6. ഒക്കെ നൈസ് പെർഫോമൻസ് ആണ്. ഒരു 14 കില്ലാണ് ടോട്ടൽ അടിച്ചെടുത്തിരിക്കുന്നത്. പിരാക്ക് മാൻ ഓൺ ഫയർ പൊളി കളി എന്ന് പറഞ്ഞാൽ നൈസ് കളിയാണ്. അതുപോലെ നമ്മുടെ വേറെ 3 പേര്, പിന്നെ നമ്മുടെ ടീം ഷീൽഡിലെ 2 പേര്. ഓക്കെ അവിടെ ഫൈറ്റാണ്, അവിടെ ചെറിയ രീതിയിൽ ഫൈറ്റാണ്. ഭീമാസാത്തിലാണ്. ഓക്കെ അവരുടെ ഒരു പ്ലെയർ നോക്കാണ്, വിഷ്ണു എന്ന പ്ലെയർ നോക്കാണ്. ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ അഡ്വാൻറ്റേജ് ആയിട്ടാണ് സോൺ വന്നിരിക്കുന്നത്. ഓക്കെ അമലിനെ സ്കാർ വെച്ച് നൈസായിട്ട് ഹെഡ്ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഫുറി എക്സമേറ്റ് ഒക്കെ പൊളി കളിയാണ് ഇവർ കളിക്കുന്നത്. ഓക്കെ ഫുറി അപ്പോൾ വൈപ്പ് ഏതൊരു ടീമിന് വൈപ്പ് ഉണ്ട്. സ്റ്റീറോണോ അവരേതാ ടീം? ഒക്കെ 4 ഒക്കെ ഒരു പ്ലെയർ കൂടെ അവശേഷിക്കുന്നു. ഒക്കെ ഇവിടെ ഇന്ത്യൻ ബൊയ്യ. ഒക്കെ മാൻ ഓൺ ഫയർ പിരാക്ക് 10 കില്ലിൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ഭീമൻ 6 കില്ല്, അതുപോലെ ഫുറി 4 കില്ല്. പൊളിക്കളി പൊളിക്കളി നൈസ് പെർഫോമൻസ്. ഭീമൻ 6 കില്ല്, അതുപോലെ ഫുറി 4 കില്ലൊക്കെ പൊളി മച്ചാനെ വരുന്ന നൈസ് സാധനം കേട്ടോ. ഓക്കെ 14 20 കില്ലാണ് നൈസായിട്ട് ഇവർ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ PMD നമ്മുടെ RIP ഡെവിൽസ് നമ്മുടെ 4 കില്ല് ഡെത്ത് നൈസായിട്ട് കളിച്ചിട്ടുണ്ട്. അത് ഡെവിൽസിലെ എക്സലൈറ്റ് നൈസ് പെർഫോമൻസ് ആയിരുന്നു. അത് നമ്മുടെ സാത്താൻ നമ്മുടെ നരകത്തിലെ സാത്താൻ നൈസ് പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വാറോ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ പൊളിക്കളി പിരാക്ക് മാൻ ഓൺ ഫയർ ഒരു രക്ഷയില്ലാത്ത കളി. അപ്പോൾ ആദ്യം നഷ്ടപ്പെടുന്ന ലാസ്റ്റ് നിമിഷത്തിൽ നല്ല ഡാമേജ് കൊടുത്ത ഒരു നൈസായിട്ട് ബൊയ്യ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീമായിട്ട് ബൊയ്യ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നൈസ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അടിയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ ഇടുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് ടൈമൊക്കെ അനുസരിച്ച് ബുക്ക് ചെയ്യുക. നിങ്ങൾക്കും ഈ വാറിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ പൊളി കളിയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് ഈ പ്രശ്നങ്ങളൊക്കെ മാറി പറയാൻ വരുന്നതായിരിക്കും. അതുവരെ റെക്കോർഡിംഗ് ആയിരിക്കും, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ച് കൂടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് നാളെയും കാണാം. ഓക്കെ അപ്പോൾ ബൈ.